നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ട ശേഷം ആ കളിയിൽ റയലിനായിട്ടൊരു ഗോളടിച്ചിരുന്ന റോഡ്രിഗോ പറഞ്ഞു, നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ കരിയറിന് ബെസ്റ്റ് സാൻഡോസിൽ നിൽക്കുന്നതാണെങ്കിൽ അദ്ദേഹം അവിടെ നിൽക്കട്ടെ, അതല്ല അവിടെ വിടുന്നതാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് എങ്കിൽ അദ്ദേഹം അവിടെ വിടട്ടെ, എന്തായാലും ഞങ്ങൾക്ക് 6 മാസത്തിന് ശേഷം ഒരു വലിയ മിഷൻ ഉണ്ട് എന്ന്. 6 മാസങ്ങൾക്കപ്പുറമുള്ള വലിയ മിഷൻ അത് വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പിലേക്ക് നെയ്മർ ജൂനിയർക്ക് എത്താൻ പറ്റുമോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു. എന്തായാലും നെയ്മർ ജൂനിയർ എന്ന മനുഷ്യൻ പ്രതിസന്ധികൾ മുന്നിൽ കാണുമ്പോൾ കൂടുതൽ ഊർജം തന്നിൽ നിന്ന് തന്നെ പ്രസരിപ്പിച്ച് ആ പ്രതിസന്ധികളെ മറികടക്കുന്നവനാണ്. അത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബ്രസീലിയറോ സിരിയയിലെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നെയ്മർ ജൂനിയർ ഒരു ചിത്രം അങ്ങ് പങ്കുവെച്ചു. കോബി ബ്രയൻറ്റിൻ്റെ ചിത്രമാണ് അദ്ദേഹം പങ്കുവെച്ചത്. ആ ഒരു ട്വീറ്റ് അദ്ദേഹം ഇടുന്നത് നവംബർ 10-നാണ്. ആ ഒരു ബാസ്കറ്റ്ബോൾ ലെജൻഡിൻ്റെ ചിത്രം, ആ ബോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കുന്നു. അപ്പോഴും അക്ഷോഭ്യനായിട്ട് നിൽക്കുന്ന കോബി ബ്രയൻറ്റ്. ഈ ചിത്രം കൊണ്ട് എന്താണ് നെയ്മർ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, ആ ഇമേജ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. അത് സിംബലൈസ് ചെയ്യുന്നത് സെൽഫ് കൺട്രോളിനെയാണ്. സെൽഫ് കൺട്രോൾ, ഫോക്കസ്, അതുപോലെ സ്ട്രോങ് മെൻറ്റാലിറ്റി, ഇത് സിംബലൈസ് ചെയ്യുന്നൊരു ചിത്രമാണെന്ന് നെയ്മർ ജൂനിയർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചത്. ആ ഫോട്ടോഗ്രാഫ് വലിയ രൂപത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരാൾ അയാളെ പലതരത്തിൽ അയാളുടെ മുഖത്തിന് നേരെ വന്ന് പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയാലും അയാൾ കുലുങ്ങാതെ നിൽക്കുന്നതിൻ്റെ പ്രതിരൂപാത്മകമായ ഒരു ചിത്രീകരണമാണത്. പ്രഷറും അല്ലെങ്കിൽ ഡയറക്റ്റ് ചാലഞ്ചും ഒന്നും അയാൾ ഒരു തരത്തിലും കുലുക്കില്ല എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണത്. ആ ചിത്രം നെയ്മർ ജൂനിയർ പങ്കുവെച്ചതിന് ശേഷം നമ്മൾ കണ്ടല്ലോ പിന്നെ എന്ത് സംഭവിച്ചു. പിന്നെ 4 കളികൾ 5 ഗോളും 1 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക. 3 വിജയങ്ങൾ അദ്ദേഹത്തിൻ്റെ ടീം നേടി. ഒരു സമനില, ഒറ്റ കളിയും ടീം പരാജയപ്പെട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു രാജ്യം മുഴുവനും അയാളെ കൊമാളിയായി ചിത്രീകരിക്കുന്ന ഘട്ടത്തിൽ, അയാളോട് കളി നിർത്തി ബൂട്ട് അഴിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നൊരു ഘട്ടത്തിൽ, അയാൾ ഫിനിഷ്ഡായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ, അയാൾ തീർച്ചയായിട്ടും തൻ്റെ അവിടെ ആ ഒരു പോസ്റ്റിലൂടെ അവിടെ എടുത്ത് കാണിച്ചുകൊണ്ട് സാൻഡോസിനെ റെലഗേഷൻ സോണിൽ 17ാം സ്ഥാനത്തുണ്ടായിരുന്ന സാൻഡോസിനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് 12ാം സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് കോപ്പ സുഡാമേരിക്കാനയിൽ ഒരു സ്ഥാനവും വാങ്ങിച്ചു കൊടുത്തിട്ട് അടുത്ത ബ്രസീലിയറോ സിരിയയിൽ ആ ടീം ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊരു നിൽപ്പുണ്ട്. സന്തോഷത്തിൻ്റെ നിൽപ്പ്, ആത്മനിർവൃതിയുടെ ഒരു നിൽപ്പ്. യെസ്, ആ കിരീടം ചൂടിയ രാജാവ് പെലക്ക് താഴെ താനുണ്ട്, പ്രിൻസായി തന്നെയുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആ നിൽപ്പ്, അതിലുണ്ട് നെയ്മറുടെ ആത്മവിശ്വാസവും നെയ്മറുടെ ഭാവിയിലേക്കുള്ള പ്ലാനും. യെസ്, പ്രതിസന്ധികൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്, സംശയമില്ല. പരിക്കുണ്ട്, മെനിസ്കസ് ഇഞ്ചുറി ഉണ്ട്, അതിനെ ഇനിയിപ്പോൾ ആർട്രോസ്കോപ്പിക്ക് വിധേയനാവേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പിയിലൂടെ തൻ്റെ ആ ഒരു ഫിറ്റ്നസ്സൊക്കെ വീണ്ടെടുത്ത് വീണ്ടും കളിക്കാൻ തുടങ്ങിയിട്ട് മികവ് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലർക്കും ആശങ്കയുണ്ട്, സംശയമുണ്ട്. നെയ്മർ അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവില്ലേ എന്ന്. ആഞ്ചലോട്ടിയെ പോലുള്ള ഒരാൾ വളരെ കർക്കശക്കാരനാണ്. അദ്ദേഹത്തെ അങ്ങനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ പൂർണ്ണ ഫിറ്റാണെങ്കിൽ നെയ്മറെ കൊണ്ടുപോകുമെന്ന് ആഞ്ചലോട്ടിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ എന്തൊക്കെയുണ്ടെങ്കിലും അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നെയ്മർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. ഏതായാലും നെയ്മറുടെ മെൻറ്റാലിറ്റിയുടെ കൃത്യമായ ചിത്രീകരണമായിരുന്നു അന്ന് അദ്ദേഹം പങ്കുവച്ചത്. അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.